ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തെ പ്രസാദിപ്പിക്കാം. അന്ന് യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്ന പത്രോസ് അവർ വന്നപ്പോൾ പരിച്ഛേദിതരെ ഭയന്ന് പിന്മാറുകയും അവനോടൊത്ത് യഹൂദന്മാർ കപടം കാണിക്കുകയും ചെയ്തപ്പോൾ അവരുടെ കാപട്യത്താൽ ബർന്നബാസ് പോലും വഴിതെറ്റിക്കപ്പെട്ടതായി നമ്മൾ കാണുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് സഹോദരന്മാർക്കിടയിൽ, സഭകൾക്കിടയിൽ, ദൈവദാസന്മാർക്കിടയിൽ പരസ്പര സ്നേഹമില്ലെങ്കിൽ നമ്മുടെ മക്കളും വിശ്വാസികളും വഴിതെറ്റിക്കപ്പെടുകയില്ലേ? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ എന്ന ക്രിസ്തുമൊഴി അവരോട് പറയുവാൻ നമുക്ക് സാധിക്കുമോ? അതെ, നമ്മൾ വചനവിരുദ്ധമായി ജീവിക്കുകയാണെങ്കിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറകളും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമെന്ന സത്യം തിരിച്ചറിഞ്ഞാലേ മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനാകൂ. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ സ്നാപകൻ രാജാവിനെയും നമ്മുടെ കർത്താവ് പീലാത്തോസിനെയും പ്രീതിപ്പെടുത്താൻ തയ്യാറാകാതിരുന്നത്. അതേ പ്രിയരെ, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കേയില്ല. ഗലാത്യർ 1:10 എന്ന വചനം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്.